ഹലോ ഗായ്സ് നോക്ക് നമ്മുടെ ഇന്ന് ബർത്ത്ഡേ ഈവനിങ് ആണ് കേട്ടോ ഗൈസ്. അപ്പം മോസ്റ്റായിട്ട് ഞാൻ നമ്മുടെ ശിവൻ്റെ അടുത്ത് ഞാൻ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. ഞാൻ അവിടെ എന്നും വിളക്ക് വയ്ക്കാറും അവിടെ പൂജ ചെയ്യാറും ഡെയിലിയും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡേ ആവുന്നുണ്ട് സ്പെഷ്യലായിട്ട്. അപ്പോൾ ഗൈസ് നോക്കിയത് മൺചിരാതാണ് കേട്ടോ ഗൈസേ. അപ്പം നമ്മളിതേ ചിരാതിലേക്ക് നമ്മുടെ മണ്ണെണ്ണ ദൈവമേ നമ്മുടെ ഇതില്ലേ ഇതെന്തായിരുന്നു നല്ലെണ്ണ അല്ലേ നമ്മുടെ മോസ്റ്റായിട്ട് നമ്മുടെ നല്ലെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഈ മോസ്റ്റായിട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എണ്ണ വെച്ചിട്ട് മോസ്റ്റായിട്ടാണ് നമ്മൾ എന്നും ശിവൻ്റെ അടുത്ത് തിരി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഞാനിവിടെ തിരി എടുക്കട്ടെ ഗൈസ്. അപ്പോൾ അതേ മോസ്റ്റായിട്ട് തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും തിരി വയ്ക്കാന്ന് വേണ്ടി പറയുമ്പം 2 തിരിയായിട്ടാണ് ഗൈസ് ഞാൻ വയ്ക്കാറ് ഡെയിലി. 2 തിരി എടുത്തിട്ട് ഇതേ ഇങ്ങനെ ഞാൻ ചെയ്യും. ഇങ്ങനെ എടുത്തിട്ട് വെച്ച് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഞാൻ 2 തിരി, കാരണം ഒരു തിരിയായിട്ട് വെക്കുമ്പോൾ അതധികം കത്തില്ല ഗൈസ്, അതാണ് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ തിരി ഇവിടെ 2 ഇത് കണ്ടില്ലേ ഇതേ മോസ്റ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ നമ്മുടെ കണ്ടില്ലേ നമ്മുടെ ദീപത്തിൻ്റെ ഉള്ളിലേക്ക് ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ വിളക്കിൻ്റെ ഉള്ളിലേക്ക് മൺചിരാതിൻ്റെ ഉള്ളിലേക്ക് ഇതേ മോസ്റ്റായിട്ട് നമ്മുടെ ഇതിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട് മോസ്റ്റല്ലേ? ഓക്കെ, നമുക്കിനി ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ ശിവൻ്റെ എടുത്തിട്ട് വെക്കാം കേട്ടോ. നോക്ക്, ഈ മൺചിരാതുമായിട്ട് നമ്മൾ ഇവിടേക്ക് നടക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഇവിടെയൊക്കെ ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ തിരി വയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ളൊരു ഗോൾഡൻ ടച്ച് ആവും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സ്വന്തം ശിവൻ ഭഗവാന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൈസ് നമുക്ക് ഈ മോസ്റ്റായിട്ട് ഞാൻ എന്നും വിളക്ക് വയ്ക്കുന്നത് ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇവിടെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് ഇവിടെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ മോസ്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയാകുമ്പോൾ ഇങ്ങനെ കത്തില്ല, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ചെയ്യണം, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നോക്കി നമ്മുടെ വിഘ്നേശ്വരൻ, നമ്മുടെ ശിവൻ, നമ്മുടെ ബ്രഹ്മാവ്, നമ്മുടെ വിഷ്ണു മോസ്റ്റായിട്ടില്ലേ ഗൈസ്. നോക്കും ഞാനിത് ഇവിടെ ഒരു ചന്ദനത്തിരി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ചന്ദനത്തിരി എന്ന് പറയുമ്പോൾ എന്താ പറയുക, എല്ലാത്തിനും പോസിറ്റീവ് ആക്കും, കാരണം അതിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ മോസ്റ്റാണ്. എനിക്ക് എല്ലാ ചന്ദനത്തിരിൻ്റെ ഒന്നും സ്മെൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ചിലതിൻ്റെ സ്മെൽ എനിക്ക് മോസ്റ്റ് ഇഷ്ടമാണ്. അമ്മേ ഗൈസ് നോക്ക്, വെട്ടം ഒട്ടും ഇരുട്ടില്ലാത്ത സ്ഥലത്ത് കൂടിയാണ് കണ്ടില്ലേ ഞാൻ നടക്കുന്നത് കേട്ടോ. കാരണം എവിടെയാണ് തട്ടി വീഴുന്നത് പറയാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ ഉള്ള വേരും കൊമ്പും കാര്യങ്ങളും ഒക്കെ മാത്രമാണ് കേട്ടോ ഉള്ളൂ. അമ്മേ ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല, നല്ല അടിപൊളി മണം. അപ്പോൾ നമ്മുടെ ശിവൻ്റെ അടുത്ത് ഇവിടെ കണ്ടില്ലേ ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കുറേ ഇത് ചന്ദനത്തിൻ്റെ സംഭവം കുത്തിവെച്ച പാടുകൾ കണ്ടില്ലേ, കാണുന്നില്ലേ മോസ്റ്റായിട്ട്. നമുക്ക് മോസ്റ്റായിട്ട് തിരി വയ്ക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ചന്ദനത്തിരിയാണ് കേട്ടോ ഗൈസ് കത്തിക്കാൻ പോകുന്നത്. ചന്ദനത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് നമ്മുടെ പോസിറ്റീവ് എനർജീൻ്റെ ഒരു പ്രതീകമാണ് കേട്ടോ. നല്ല മഴയുണ്ട്, നല്ല മഴയാണ്, മുഹൂർത്തം നോക്കി മഴ പെയ്തു. അതെ നമ്മുടെ ചന്ദനത്തിരി ഇവിടെ മോസ്റ്റായിട്ട് കത്തിയിട്ടുണ്ട് കണ്ടില്ലേ മോസ്റ്റായിട്ടില്ലേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കത്തിക്കാൻ പോകുന്നത് മോസ്റ്റായിട്ട് നമ്മുടെ തിരിയാണ് കേട്ടോ ഗൈസ്. നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ അമ്മേ, ഇറങ്ങുന്ന നോക്കി നിന്നു തോന്നുന്നു. മഴയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും മോസ്റ്റായിട്ട് ഉണ്ട് ഗൈസ്. നമുക്ക് മോസ്റ്റായിട്ട് എന്താ പറയുക, ഗണപതിനോടും ബ്രഹ്മാവിനോടും അതുപോലെ തന്നെ നമുക്ക് വിഷ്ണുവിനോടും മോസ്റ്റായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശിവനാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ മോസ്റ്റായിട്ട്.